തിരുവനന്തപുരത്തെ മകൻ്റെ വീടിനുള്ളിൽ ചേതനയറ്റ ശാന്തനായി കിടക്കുന്ന എല്ലാ തിരകളും ഒടുങ്ങി കിടക്കുന്ന വി എസിൻ്റെ വീടിന് സമീപം നമ്മുടെ പ്രതിനിധി എസ് വിജയകുമാറുണ്ട്. വിജയകുമാർ, ഒരുപക്ഷെ ഓർമ്മിക്കാൻ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ സൗന്ദര്യപരമായ അകലത്ത് നിന്ന് കണ്ട ആളുകൾക്ക് പോലും വി എസിനെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകൾ ഉണ്ടാകും. തീർച്ചയായും വി എസിനെ പറ്റി വ്യക്തിപരമായ അനുഭവങ്ങൾ ധാരാളമുള്ളവരാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾ, മാധ്യമപ്രവർത്തകർക്കൊക്കെ വളരെ വ്യക്തിപരമായി എത്രയോ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ്, അദ്ദേഹം ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട നേതാവായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്നത് മുതൽ ഇപ്പോൾ ഈ നിമിഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ വരെയുള്ള കാഴ്ചകൾ. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പ്രവർത്തകർ കിട്ടാവുന്ന വാഹനങ്ങളിലൊക്കെയായി ഇവിടേക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെയായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന്. പലരും തിരുവനന്തപുരം നഗരത്തിൽ എത്തി ദർബാർ ഹാളിലേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലേക്കുമൊക്കെ വി എസിനെ അവസാനമായി കാണാൻ ഇവിടേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പൊതുദർശനമൊന്നും ക്രമീകരിച്ചിരുന്നില്ല. നമ്മൾ ഈ കാണുന്ന വേലിക്കകത്ത് വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നതിന് ശേഷം കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഒരു സ്വകാര്യ നിമിഷങ്ങൾ എന്ന നിലയിലായിരുന്നു അത് ക്രമീകരിച്ചിരുന്നത്. വളരെ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് അവിടേക്ക് വരികയും ഒക്കെ ചെയ്ത. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് ഇവിടേക്ക്, ആ കുടുംബാംഗങ്ങളെ കാണുന്നതിനൊക്കെ ഇവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ മറ്റ് നേതാക്കളൊന്നും പിന്നീട് അവിടേക്ക് എത്തിയിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ ഇന്നലെ AKG സെന്ററിൽ നിന്ന് കണ്ടു. പിന്നെ ദർബാർ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളാണ് ഇവിടേക്ക് വി എസിനെ കാണാനായി ഇപ്പോൾ എത്തുന്നത്. അവരെ തടഞ്ഞു നിർത്താനൊന്നും കഴിയുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനം വരുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിമാരാണ്. അദ്ദേഹത്തെ CM അല്ല, CM 8:15 എത്തുന്നത്. മറ്റ് മന്ത്രിമാർ ഇവിടേക്ക് വരുന്നുണ്ട്, വി എസിനെ കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. 8:15 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി വന്നതിന് ശേഷമായിരിക്കും വിലാപയാത്ര ദർബാർ ഹാളിലേക്ക് നീങ്ങുന്നത്. ദൃശ്യങ്ങളിൽ കാണാം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹം ഇവിടേക്ക് എത്തുന്നുണ്ട് വി എസിനെ കാണാൻ. ഇങ്ങനെ സാധാരണക്കാരായ പ്രവർത്തകരും സംസ്ഥാന മന്ത്രിമാരും പാർട്ടിയുടെ ഉത്തരവാദിത്വം ചുമതലകളുള്ളവരുമൊക്കെ ഇവിടേക്ക് വി എസിനെ കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വന്നതിന് ശേഷമായിരിക്കും ഇനി പൊതുദർശനം, ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് വേണ്ടി വിലാപയാത്ര ക്രമീകരിക്കുന്നത്. അത് 9 മണിയോടുകൂടി വിലാപയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി 8:15 ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കുടുംബാംഗങ്ങളെയൊക്കെ കാണുന്നതിനായി ഇവിടേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ ജനങ്ങളും ഇവിടേക്ക് വി എസിനെ അവസാനമായി കാണാനായി എത്തുന്നു. അവരുടെ എണ്ണം നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഏതെങ്കിലും തരത്തിൽ വി എസുമായി വ്യക്തിപരമായ സൗഹൃദമോ ബന്ധമോ ഒന്നും കാത്തു സൂക്ഷിക്കുന്നവരല്ല. പക്ഷേ ഒരു വൈകാരികമായ ഒരു അടുപ്പം വി എസ് എന്ന നേതാവിനോട് അവർക്കുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഒരു സ്ത്രീ അവരുടെ വൈകാരിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് രാവിലെ നമ്മൾ 2 കുഞ്ഞുങ്ങളെയുമായി ഒരു അച്ഛനെ കണ്ടതാണ്. വി എസിനോടുള്ള സ്നേഹം കാരണം ആ മക്കൾക്ക് 2 പേരുടെയും പേരിന്റെ കൂടെ വി എസ് എന്ന് ചേർത്ത്, ഇൻഷ്യൽ വി എസ് എന്ന് ചേർത്താണ് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വി എസിനെ ആ നിലയിൽ ഒരു കുടുംബാംഗത്തെ പോലെ, വളരെ അടുത്ത ഒരാളെ പോലെ കണക്കാക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഈ വീടിന്റെ പരിസരത്തും ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിഞ്ഞു. അവരുടെ ഒരു വലിയ കൂട്ടമാണ് ഈ ദിവസങ്ങളിലൊക്കെ, ഈ മണിക്കൂറുകളിലൊക്കെ ഇവിടേക്ക് എത്തുന്നത്. ഒരു നേതാവ് എന്ന നിലയിൽ മാത്രം അല്ല, അവരുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ, അവരുടെ വളരെ പ്രിയപ്പെട്ട വീട്ടിലെ ഒരു അംഗം എന്ന നിലയിലൊക്കെയാണ് വി എസിനെ എല്ലാവരും കാണുന്നത്. അത് ആ നേതാവിന് ഈ കേരളം നൽകുന്ന, ഈ പൊതുസമൂഹം നൽകുന്ന, ഇവിടുത്തെ ജനതതി നൽകുന്ന വലിയ ആദരവിന്റെ ഒരു നേർക്കാഴ്ചയായി, നേർസാക്ഷ്യമായി നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 102 വയസ്സുവരെ ജീവിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എത്രയോ ദിവസങ്ങളായി, എത്രയോ നാളുകളായി അദ്ദേഹം
കിടക്കയിലാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും VS എന്നൊരു നേതാവ് ആ വീട്ടിലുണ്ട് എന്നത് വലിയ പ്രതീക്ഷയായി കണ്ട എത്രയോ ആളുകളെ നമുക്കറിയാം. അദ്ദേഹം തിരികെ വരും, ഈ നാട്ടിൽ അധാർമികതയ്ക്കും അനീതിക്കും എതിരെ അദ്ദേഹം ശബ്ദമുയർത്തും, മുഷ്ടി ചുരുട്ടും. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.